ദൈവവചനം കേൾക്കുന്നതിനും ദൈവത്തെ ധ്യാനിക്കുന്നതിനും ദൈവത്തോടൊപ്പമായിരിക്കുന്നതിനും നാം സമയം കണ്ടെത്തുകയും നമ്മുടെ ജീവിതത്തിൽ അല്പസമയം മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ് എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലാണല്ലോ നാം ഇവിടെ അഭയം പ്രാപിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിലായിരിക്കുന്നത്. ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: ഞങ്ങളെ ഭക്തിവൈരാഗ്യമുള്ളവരും നിന്റെ കൽപ്പനകളെ അനുഷ്ഠിക്കുന്നവരും നിന്റെ വിശുദ്ധന്മാരെ ആദർശമാക്കി ജീവിക്കുന്നവരും മേലുള്ളവയെ ചിന്തിക്കുന്നവരും ആക്കി തീർക്കണമേ. നിന്റെ വിശുദ്ധന്മാരെ ആദർശമാക്കി ജീവിക്കുന്നവരും മേലുള്ളവയെ ചിന്തിക്കുന്നവരും ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ പതിച്ചു പോയ ഒരു സംഗതി ഉണ്ടല്ലോ. 10 മാസം മാത്രം പ്രായമുള്ളപ്പോൾ യാത്രാമധ്യേ പൊലിഞ്ഞു പോയ അലിൻ എന്ന കുഞ്ഞിനെ അത്ര വേഗമൊന്നും നമുക്ക് മറക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഒരു ആക്സിഡൻറ്റ് മൂലം ജീവൻ പോയ ഒരു കുഞ്ഞ് ജീവൻ പോകുമ്പോഴും അവശേഷിക്കുന്ന തുടുപ്പുകൾ നൽകിക്കൊണ്ട് കടന്നു പോകുവാൻ ആ പിഞ്ചു കുഞ്ഞിന് അവൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായി നെടുവീർപ്പോടുകൂടി നമ്മൾ ഓർക്കുന്ന ഒരു സംഗതിയാണ്. പ്രിയമുള്ളവരെ, തെല്ലു നേരത്തെ പോകുന്നവർ എന്ത് അവശേഷിപ്പിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നവർ എന്ത് അവശേഷിപ്പിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിച്ച ഇടങ്ങളും നമ്മൾ സ്വാഗതം ചെയ്ത മനുഷ്യരും നമ്മുടെ വിയോഗത്തിന് ശേഷം കുറേ കൂടി അലങ്കാരമുള്ള ഇടങ്ങളും ഭേദപ്പെട്ട മനുഷ്യരുമായി പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? എത്രയധികമായ മനുഷ്യരെ നമ്മൾ ദിനംതോറും പരിചയപ്പെടുന്നുണ്ട്. എത്ര അധികമായ ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എത്രയധികം ആളുകളോട് എത്രയധികം സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അവശേഷിപ്പുകളെ ബാക്കിയാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിൽ ഏതാനും തവണ അദ്ദേഹം ജയിൽവാസത്തിന് തടവറയിലാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ആ ഇടങ്ങളിൽ പനിനീർ പുഷ്പങ്ങൾ നട്ടുവളർത്തിയതായിട്ടാണ് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മടങ്ങി വരണമെന്ന് ഒരു മാത്രം പോലും ആഗ്രഹിക്കാത്ത ഇടങ്ങളെ എത്ര മനോഹരമാക്കുന്ന ചില മനുഷ്യരുണ്ട്. മടങ്ങി വരണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്ത ഇടങ്ങൾ പോലും മനോഹരമാക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്തൊക്കെ നൽകിയിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കാം. അപ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു സംഗതി ഇതാണ്: ചിലത് ആകാശപ്പറവുകൾ കൊത്തിക്കൊണ്ടു പോയിട്ടുണ്ടാവാം, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണിട്ടുണ്ടാകാം. എന്നാലും ഖേദത്തിന് അവകാശമില്ല. ചിലതെങ്കിലും നല്ലത് തണൽ മരമായിട്ട് ഭവിച്ചിട്ടുണ്ട്. ചില വിത്തുകളെങ്കിലും തണൽ മരമായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഓർക്കേണ്ടുന്നൊരു സംഗതിയാണ്. ഒന്നും അവശേഷിപ്പിക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമല്ല. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ട്, രക്തസാക്ഷിത്വം കൊണ്ട് അവശേഷിപ്പുകൾ ഈ ലോകത്തിൽ ബാക്കിയായിട്ട് പോയിട്ടുള്ള ഒരു പരിശുദ്ധനെയാണ് നാം ഓർക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ കാലങ്ങൾക്കിപ്പുറം ദേശങ്ങൾ തോറും നാം ഓർക്കുകയും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത് ആ പരിശുദ്ധൻ ഈ ലോകത്തിൽ ശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള സംഗതികളെ ഓർത്തിട്ടാണ്. അൺബ്രോക്കൺ ഡെഡിക്കേഷൻ എന്നാണ് പറയുന്നത്. മുറിഞ്ഞു പോകാത്ത സമർപ്പണം പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. എന്തിനെയൊക്കെ പ്രതിയും ഏതിനെയൊക്കെ പ്രതിയും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ സഹദാ ആഗ്രഹിച്ചത് കൊണ്ട് ഇന്നും ആ പരിശുദ്ധൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളങ്ങളിലുണ്ട്. നമ്മുടെ ഇടങ്ങളിൽ മായാതെ മറയാതെ ഓർമ്മയായിട്ട് ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുന്നുണ്ട്. കപ്പദോക്കിയയിലെ മഹാനായ വിശുദ്ധ ബസേലിയോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: The bread you do not use in the bread of the hungry. The garment hanging in your wardrobe is the garment of the person who is naked. The shoes
you do not wear are the shoes of the one who is barefoot. The money that you keep locked away is the money of the poor. The acts of charity that you do not perform are so many injustices that you commit. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സംഗതികളൊക്കെയും മറ്റുള്ളവർക്ക് കൂടി നൽകേണ്ടതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് കൂടി പ്രയോജനപ്പെടുന്ന സംഗതികളെ എൻ്റേതെന്ന്, എൻ്റെ മാത്രമെന്നും വിചാരിച്ചുകൊണ്ട് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥകളിൽ എപ്പോഴും തുടരുന്നൊരു സംഗതി തന്നെയാണ്. പ്രിയമുള്ളവരെ, നൽകിയാൽ മാത്രമേ നമ്മുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. നൽകിയാൽ മാത്രമേ നമ്മുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർത്തിരിക്കുക. സഹദ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവൻ പോലും ബലിയായി നൽകിയത് ഇന്ന് അവശേഷിപ്പായിട്ട് ശേഷിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആരെയെങ്കിലും ആഴത്തിൽ തൊടുവാൻ തക്കവണ്ണം, ആഴത്തിൽ സ്പർശിക്കുവാൻ തക്കവണ്ണമുള്ള ജീവിത സൗന്ദര്യം ഈ കാലയളവിൽ നാം നേടിയിട്ടുണ്ടോ? ചിലരൊക്കെ 20, 30, 40, 50, 60 വയസ്സായവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആഴെങ്കിലും ആഴത്തിൽ തൊടുവാൻ തക്കവണ്ണം, ആഴത്തിൽ സ്പർശിക്കുവാൻ തക്കവണ്ണമുള്ള സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ നാം നേടിയിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്നൊരു സംഗതിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കൂടുതൽ അറിയുന്തോറും നിങ്ങൾ എന്നെ കൂടുതൽ വെറുക്കുമെന്ന്. ഒരു മനുഷ്യനെ കൂടുതൽ അറിയുന്തോറും ആ മനുഷ്യനെ കൂടുതൽ വെറുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാരുടെ ജീവിതം അവർ കൂടുതൽ അറിയുന്തോറും കൂടുതൽ ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും, അവരുടെ തിരുശേഷിപ്പിൽ അഭയം പ്രാപിക്കുമ്പോഴും, മധ്യസ്ഥത യാചിക്കുമ്പോഴും അവരോടൊപ്പം ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം ഇടയാകുന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ്. അവർ ഈ ജീവിതത്തിൽ നൽകിപ്പോയതിൻ്റെ സൗന്ദര്യത്തെയാണ് അവരോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർത്തിരിക്കുക. പ്രാർത്ഥനയും ധ്യാനവും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൗന്ദര്യത്തെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരവശേഷിപ്പ് നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ടും നാം ഓർത്തിരിക്കുക. ഈ പെരുന്നാളിൽ അക്ഷിത എന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അവരുടെ മനോഹരമായ ഒരു ചെറുകഥയാണ് പൊരുളെന്ന ചെറിയ പുസ്തകം. അതിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ചിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന പലരും വിവാഹിതരാണ്, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വിവാഹം കഴിക്കാത്തവർ. പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ നിർവഹിക്കപ്പെട്ടവരാണ്. അവിടെ ഒരു പയ്യൻ ഒരു പെണ്ണ് കാണുവാൻ തക്കവണ്ണം ചെല്ലുകയാണ്. ആദ്യത്തെ ചടങ്ങ് എന്താണെന്ന് അറിയാമല്ലോ? കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് ജിലേബിയും ലഡുവൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത ചടങ്ങ് എന്താ? രണ്ടാമത്തെ ഭാഗം എന്താ? കാരണവന്മാർ വളരെ ശാഠ്യത്തോടു കൂടി പറയുന്നത് എന്താണ്? ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ, ചെറുക്കന് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആയിക്കോട്ടെ. ചെറുക്കൻ വളരെ പേടിയോട് ഭയത്തോടു കൂടി ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്, പെൺകുട്ടി നിൽക്കുന്ന മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ കഥയിൽ ഇങ്ങനെ പറയുന്നു, ഈ പയ്യൻ ഈ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു വണ്ട് ഈ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അദ്ദേഹം വളരെ നാണത്തോടുകൂടി ലജ്ജയോടുകൂടി ആ മുറിയിൽ നിൽക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല അല്ലേ? നമ്മൾ വളരെ പരിഭ്രമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. പെൺകുട്ടിക്ക് വളരെ ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ കഥ വായിച്ചപ്പോഴേ ഒരു 1, 2, 3 ചെറുക്കൻ കാണൽ കഴിഞ്ഞ് കാണാമായിരിക്കാം. ഈ പെൺകുട്ടി വളരെ ധൈര്യത്തോടു കൂടി ഈ പയ്യനോട് പറയുകയാണ്, താങ്കളുടെ പരിഭ്രമവും ഒക്കെ കണ്ടിട്ടായിരിക്കാം. ആ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വണ്ടിനെ താങ്കൾ ശ്രദ്ധിച്ചോ? ഇവിടെ ചുറ്റിത്തിരിയുന്ന ഈ വണ്ടിനെ താങ്കൾ ശ്രദ്ധിച്ചോ? പയ്യൻ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ പറയുകയാണ്, എവിടെ നിന്ന് കയറിയെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ഈ മുറിയിൽ ചുറ്റിത്തിരികയാണ്. എവിടെ നിന്ന് കയറിയെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ഈ മുറിയിൽ ചുറ്റിത്തിരിയുകയാണ്. ഈ പയ്യൻ വളരെ ദേഷ്യത്തോടു കൂടി ഈ പെൺകൊച്ചിനോട് നോക്കുകയാണ്.
കാരണം ഒരു വണ്ടിനോടുകൂടിയാണ് തന്നെ കളിയാക്കിയത്, ഉപമിച്ചിരിക്കുന്നത്. ഈ പയ്യൻ പറയുകയാണ്, നീ എന്നെ കളിയാക്കുകയാണോ? ഈ പെൺകുട്ടി മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അല്ല, ഇപ്പോൾ താങ്കൾ ദേഷ്യത്തിൽ പെട്ടിരിക്കുകയാണ്. താങ്കളുടെ ദേഷ്യത്തിൽ നിന്ന് പോലും താങ്കൾക്ക് എങ്ങനെ ഇറങ്ങിപ്പോരണമെന്ന് അറിയാത്ത വിധം താങ്കൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, ഇറങ്ങിപ്പോരാത്ത വണ്ണം കുടുങ്ങിപ്പോയ ചില ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുവാനുള്ള മാർഗമാണ് ഈ പെരുന്നാൾ കൊണ്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇറങ്ങിപ്പോരാത്ത വണ്ണം കുടുങ്ങിപ്പോയ ചില ഇടങ്ങളുണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ചില ജീവിത ശൈലികളുണ്ട്, ചില ജീവിത മാർഗങ്ങളുണ്ട്. ഇവയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരുവാനുള്ളൊരു ആഹ്വാനം ഈ പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നു, ഈ പരിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. ഇറങ്ങിപ്പോരുവാനുള്ളൊരു ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ക്രമരാഹിത്യത്തിൽ നിന്ന് ക്രമബന്ധത്തിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കായോസ് ടു കോസ്മോസ്. ക്രമമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു ക്രമബന്ധത്തിലേക്കുള്ള യാത്രയാണ് ഈ പെരുന്നാളെന്ന് നാം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ പെരുന്നാൾ അതിന് മുഖാന്തരമായി തീരട്ടെ. ആഴത്തിൽ മനുഷ്യനെ തൊടുവാനും അവരെ സ്പർശിക്കുവാനും ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവശേഷിപ്പുകൾ ഇവിടെ ബാക്കിയാക്കുവാനും തക്കവേണം, നമ്മുടെ നല്ല ഓർമ്മകളെ നമ്മുടെ തലമുറകൾ ഓർക്കുവാനും തക്കവേണം ഇടയാകണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇറങ്ങിപ്പോരാത്ത ചില ഇടങ്ങളിൽ നിന്ന് നാം കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുവാനുള്ളൊരു ആഹ്വാനമാണ് പരിശുദ്ധന്മാരുടെ ജീവിതവും ഈ പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നതെന്ന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം മറന്നു പോകുന്ന സംഗതികളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രകളിൽ നാം മറന്നു പോകുന്ന ചില സംഗതികളെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ധ്യയുടെ വചനചിന്ത അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഭവനകൂദാശയിൽ നാം ഒരു പാട്ട് പാടുന്നത് ഇങ്ങനെയാണ്, നിര്യാണം ന്യായത്തിൻ പീഠം നരകം മൂന്നും ഭീടും നിൻ കർത്താവേ എന്നുള്ളത്തിൽ. നമുക്കൊന്നുകൂടെ ചേർന്ന് പാടാം. നിര്യാണം ന്യായത്തിൻ പീഠം നരകം മൂന്നും ഭീടും നിൻ കർത്താവേ എന്നുള്ളത്തിൽ. ഏത് വലിയ ഭവനം പണിഞ്ഞാലും അവിടെ ഈ പാട്ട് പാടാറുണ്ട്. മരണം, ന്യായവിധി, സ്വർഗം, ഇവ മൂന്നിനെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരണം, ന്യായവിധി, സ്വർഗം എന്നീ മൂന്ന് സംഗതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം. 2 വേദഭാഗങ്ങളാണ് ഇന്ന് സന്ധ്യയുടെ സമയത്ത് അല്പസമയത്തേക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ഷണികവും നിസാരവുമായ കഷ്ടത അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ മുഖാന്തരമാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാകുന്നു. 18 വാക്യത്തിലൂടെ ഒന്നുകൂടെ നമുക്ക് കണ്ണോടിക്കാം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ശുശ്രൂഷയുടെ അന്ത്യം വളരെ ക്ലേശപൂർണമായ അവസരത്തിൽ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിൽ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ അദൃശ്യ ശക്തിയെക്കുറിച്ചും നിത്യതയുടെ അവസ്ഥയെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് പ്രതിപാദിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് എന്നുള്ളത്.
പ്രിയമുള്ളവരെ, ലോകത്തിലെ കഷ്ടതകളെക്കാൾ ഉപരിയായി നിത്യ അവസ്ഥയിൽ എത്തണമെന്ന ഒരു പ്രചോദനം പരിശുദ്ധനായ പൗലോസ്ലീഹ ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മരണം എന്നൊരു സംഗതിയെക്കുറിച്ച് നാം എപ്പോഴും വിസ്മരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നൊരു സംഗതിയാണ്. മരണത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം പലരും ശ്രമിച്ചിട്ടുണ്ട്. മരണത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം, അമരത്വം നേടുവാൻ തക്കവണ്ണം പലരും പല നാളുകളിൽ ശ്രമിച്ചതായിട്ട് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് മരണപ്പെട്ട സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തൻ്റെ തലച്ചോറിലെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തുകൊണ്ട് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി തൻ്റെ തലച്ചോറായിട്ട് ആ കമ്പ്യൂട്ടറിനെ കണ്ടുകൊണ്ട് പുതിയതായ ടെക്നോളജി ആവിഷ്കരിക്കുവാൻ തക്കവണ്ണമൊക്കെ ശ്രമിച്ചു. പക്ഷേ അതിന് സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പലരും പല രീതിയിലും പല നാളുകളിലും പലപ്പോഴും മരണത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അമരത്വം പോകുവാൻ തക്കവണ്ണം കുറേ അധികം പേർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ മരണത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടോ? എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, കാണാത്തതിനെ നോക്കി പാർക്കുവാനുള്ള പ്രത്യാശ പരിശുദ്ധനായ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ നോക്കി പാർക്കുവാനുള്ള പ്രത്യാശ പരിശുദ്ധനായ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നു. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൃശ്യങ്ങളിലല്ല, അദൃശ്യ സത്യത്തിലാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൃശ്യത്തിലല്ല, അദൃശ്യ സത്യത്തിലാണ്. മൈ ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ വാട്ട് ഈസ് സീൻ ബട്ട് ഇൻ ദ അൺസീൻ ട്രൂത്ത്. മൈ ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ വാട്ട് ഈസ് സീൻ ബട്ട് ഇൻ ദ അൺസീൻ ട്രൂത്ത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, നമ്മുടെ ആരാധനകളിലൊക്കെയും വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതിയാണ് മരണം, മരണാന്തര ജീവിതം, അന്ത്യന്യായ വിധി തുടങ്ങിയ വാക്കുകൾ. വ്യക്തിതലത്തിലും ആരാധന തലത്തിലും നാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും മരണത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഭയമാണ്. മരണത്തെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ പോലും നമുക്ക് ഭയമാണ്. ചില ഭവനങ്ങളിലൊക്കെ ചില പാട്ടുകൾ പോലും പാടാറില്ല, പേടിയാണ്. വളരെ ഭംഗിയായിട്ടൊരു പാട്ടാണ്, എനിക്ക് ഏറ്റവും ഏറെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. പോകും നീ ഞാനൻ നാഥൻ്റെ ചാരി. വളരെ ഭംഗിയായിട്ട് വരികളുള്ള അർത്ഥമുള്ള ഒരു പാട്ടാണത്. പക്ഷേ അത് പാടുവാൻ തക്കവണ്ണം നമുക്ക് പേടിയാണ്. പല ആരാധന ഗീതങ്ങളും നമുക്കൊരു പ്രത്യാശ നൽകുന്ന പാട്ടുകളാണ്. നമുക്ക് പാടുവാൻ തക്കവണ്ണം പേടിയാണ്. മരണത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഭയമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണമെന്ന് പറയുന്നത് അമരത്വമല്ല, നിത്യതയുടെ വാസസ്ഥലമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണമെന്ന് പറയുന്നത് അമരത്വമല്ല, നിത്യതയുടെ വാസസ്ഥലമാണെന്ന്, നിത്യജീവന്റെ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉദാഹരണങ്ങൾ. പ്രിയമുള്ളവരെ, മഹാഭാരതത്തിൽ വാനപ്രസ്ഥ പർവ്വതത്തിൽ സവിശേഷമായ ഒരു സന്ദർഭം ഇങ്ങനെ പറയുന്നുണ്ട്. യക്ഷപ്രശ്നം എന്നാണ് ഈ സന്ദർഭം അറിയപ്പെടുന്നത്. യക്ഷപ്രശ്നം എന്നാണ് ഈ സന്ദർഭം അറിയപ്പെടുന്നത്. സരയൂ നദിയുടെ തീരത്ത് വെച്ച് പഞ്ചപാണ്ഡവന്മാരിൽ 4 പേരും യക്ഷനാൽ കൊല്ലപ്പെടുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാർ വളരെ പ്രബലരായിരുന്നവരാണ്. അവരിൽ 4 പേരെയും യക്ഷൻ കൊല്ലുകയാണ്. അവസാനം ഏറ്റവും ബലവാനായ യുധിഷ്ഠിരൻ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ യക്ഷൻ യുധിഷ്ഠിരനെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തോട് വിവിധങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ തക്കവണ്ണം വിവിധങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഈ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യജനമായ സംഗതി ഏത് എന്ന്. ഈ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യജനകമായ സംഗതി ഏത് എന്ന്. ഇതിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും എത്രയോ ജീവനുകൾ മരണത്തിൻ്റെ വായിലേക്ക് ചുവട് വെച്ച് നീങ്ങുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും തനിക്കൊരാൾക്ക് ഇത് ബാധകമല്ലെന്നും ഇത് വരുവാനിടയില്ല എന്ന് ചിന്തിക്കുന്നതുമാണ് മഹാശ്ചര്യമായ സംഗതി. ഒന്നുകൂടി വായിക്കാം. ഓരോ ദിവസവും എത്രയോ ജീവനുകൾ മരണത്തിൻ്റെ വായിലേക്ക് ചുവട് വെച്ച് നീങ്ങുന്നു.
ഇതെല്ലാം അറിഞ്ഞിട്ടും തനിക്കൊരാൾക്ക് ഇത് ബാധകമല്ലെന്നും ഇത് വരുവാനിടയില്ല എന്നും ചിന്തിക്കുന്നതുമാണ് മഹാശ്ചര്യമായ സംഗതി എന്ന്. നമ്മൾക്ക് മാത്രം ഇത് വരികയില്ലെന്ന് ചിന്തിക്കുന്നതാണ് മഹാശ്ചര്യമായ സംഗതി. രാവിലെ ചായ കുടിച്ചുകൊണ്ട് പത്രം നിവർത്തി ഇന്നാരൊക്കെ മരിച്ചു എന്നുള്ള കണക്കെടുക്കാറുണ്ടല്ലോ. ഏതൊക്കെ പ്രായത്തിലുള്ളവർ, എൻ്റെ പ്രായത്തിലുള്ളവരുണ്ടോ? 40 വയസ്സിന് മുകളിലോ താഴെയോ? മരണമെന്ന് പറയുന്നത് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യാവസ്ഥയിൽ ഏറ്റവും അധികമായ പ്രത്യാശയിൽ നാം നോക്കിപ്പാർക്കേണ്ടത് ഈ മരണത്തെ തന്നെയാണ്. ഈ മരണം മൂലം അമരത്വമല്ല നമ്മൾ ആർജിക്കേണ്ടത്, പിന്നെയോ നിത്യതയുടെ വാസസ്ഥലമാണെന്നുള്ളതാണ്. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്നുണ്ട്, വരുവാനുള്ള ലോകത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുവാനുള്ള ലോകത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റു പറയാറുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം യേശുവിൽ നിദ്ര പ്രാപിച്ചവരായ അവരെ അവനോടുകൂടെ കൊണ്ടുവരും. ഈ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം യേശുവിൽ നിദ്ര പ്രാപിച്ചവരെയും അവനോടുകൂടെ കൊണ്ടുവരുമെന്നുള്ളത് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു മതിലല്ല, കാണപ്പെടാത്ത നിത്യതയുടെ വാതിലാണ് എന്നുള്ളതാണ്. മരണം എന്ന് പറയുന്നത് മതിലല്ല, കാണപ്പെടാത്ത നിത്യതയുടെ വാതിലാണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ഇത് ഹോപ്പ്ലെസ് എൻഡല്ല, ഇത് ഹോപ്പ്ലെസ് എൻഡല്ല, എൻഡ്ലെസ് ഹോപ്പാണ്. പ്രത്യാശയില്ലാത്ത അവസാനമല്ല, പ്രത്യാശയുള്ള അവസാനമാണ് എന്നുള്ള വലിയൊരു പ്രത്യാശ. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മരണം നീക്കുകയും സുവിശേഷം കൊണ്ടും ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും. അങ്ങനെ ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. തീമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, മരണം നീക്കുകയും സുവിശേഷം കൊണ്ടും ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ അത് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഡെത്ത് ഈസ് വിസിബിൾ ബട്ട് ഇമ്മോർട്ടാലിറ്റി ഈസ് റിവീൽഡ് ഇൻ ക്രൈസ്റ്റ്. ഡെത്ത് ഈസ് വിസിബിൾ ബട്ട് ഇമ്മോർട്ടാലിറ്റി ഈസ് റിവീൽഡ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്. മരണം എന്ന് പറയുന്നത് ഒരു മതിലായിട്ട് നിൽക്കുന്നതല്ല എന്നും നിത്യതയുടെ വാസസ്ഥലത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനൊക്കെയാണ് ഇവിടെയാകുന്ന ഒന്നാണെന്നും എന്നുള്ളത്. സഭാപിതാവായ ജോൺ ക്രിസ്റ്റോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നമ്മുടേതെടുത്ത് തൻ്റേത് നമുക്ക് നൽകി. എന്താണ് അവൻ്റേത്? നമ്മുടേത് എന്താണ്? നമ്മുടെ മരണം അവൻ എടുത്തിട്ട് അവൻ്റെ നിത്യജീവൻ്റെ അവകാശം നമുക്ക് നൽകുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കണം. ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ ഒരു പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. കാണാത്തത് കാണുന്നതിനേക്കാൾ നിത്യമായ അവസ്ഥയാണ്. കാണാത്തത് ഈ കാണുന്നതിനേക്കാൾ നിത്യമായ ഒരവസ്ഥയാണ് എന്നുള്ളത്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൃശ്യങ്ങളിലല്ല, അദൃശ്യ സത്യത്തിലാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൃശ്യങ്ങളിലല്ല, അദൃശ്യ സത്യത്തിലാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്തിനേറെ പറയുന്നു, പരമാധികാരിയായ ദൈവം ഈ മരണത്തെയും അതിജീവിച്ചവനാണെന്നുള്ള കാര്യം പോലും നമ്മൾ വിസ്മരിക്കാറുണ്ട്.
പരമാധികാരിയായ ദൈവം, ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം, ഈ ലോകത്തിൽ ജീവിച്ച് തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകി ഉയർത്തെഴുന്നേറ്റവനായ ദൈവം ഈ മരണത്തെ ജയിച്ചവനാണെന്നുള്ള ബോധ്യം പോലും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ യോഗി എന്നറിയപ്പെടുന്ന ശ്രീരാമ പരമഹംസനെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. അദ്ദേഹം തൻ്റെ ക്ഷേത്രത്തിലെ ജോലികൾക്ക് വേണ്ടിയിട്ട് 16-ാമത്തെ വയസ്സിൽ പ്രവേശിച്ചൊരു വ്യക്തിയാണ്. വിവിധങ്ങളായ ക്ഷേത്ര ജോലികളൊക്കെ ചെയ്ത് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരിക്കൽ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ വന്നൊരു ചിന്ത ഇങ്ങനെയാണ്: ദൈവമേ, ഒരു ദിവസം കൂടി കടന്നുപോയി, ഞാൻ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലല്ലോ. ഒരു ദിവസം കൂടി കടന്നുപോയി, ഞാൻ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടുണ്ടോ? നിത്യജീവന്റെ അവകാശത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയുടെ അനുഭവങ്ങളിൽ എൻ്റെ ദൈവത്തെ പലപ്പോഴും ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ സമയങ്ങളിൽ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചിരിക്കട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നീതിപൂർവമായ ജീവിതം നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായ നാം ഓരോരുത്തരും, നിത്യതയുടെ വാസസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും നീതിപൂർവമായ ജീവിതമാണോ ജീവിക്കുന്നത് എന്ന് ഈ സന്ധ്യയുടെ സമയത്ത് നാം ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നീതിപൂർവമായിട്ടാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ബന്ധങ്ങളിൽ സുതാര്യതയുടെ അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അറിയാമോ? ഭർത്താവിന് ഭാര്യയുടെ മൊബൈലിൻ്റെ പാസ്വേഡ് അറിയാമോ? ചില ഭർത്താക്കന്മാരെ, ചില ഭാര്യമാരെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ചിലർക്കറിയാം. പക്ഷേ പല ബന്ധങ്ങളിലും കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എല്ലാം പൂട്ടിക്കെട്ടിയുള്ള അനുഭവം, എല്ലാം മറച്ചു വയ്ക്കുന്നൊരനുഭവം, സുതാര്യമായ നീതിപൂർവമായ അനുഭവങ്ങൾ പല കുടുംബ ബന്ധങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മുറിയിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുറിയിൽ, നിങ്ങൾ നൊന്തുപറ്റ നിങ്ങളുടെ മക്കളുടെ മുറികളിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കടന്നു എന്ന് അവരുടെ ഇടങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് മുറി തുറന്നാൽ എന്തെങ്കിലും സാധനത്തിൽ തൊട്ടാൽ അവർക്കറിയാം കൃത്യമായിട്ട് ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ബോധ്യമുണ്ട് അവർക്ക്. അവർ പറയും, പപ്പ, അമ്മേ, എൻ്റെ മുറിയിൽ കയറിയായിരുന്നു എന്ന്. ബന്ധങ്ങളിൽ സുതാര്യമായ അനുഭവം ഉണ്ടാകണം. നീതിപൂർവമായ ജീവിതം ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവനവൻ്റെ വിളികളോടുള്ള വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അവനവൻ്റെ ജീവിതത്തിൻ്റെ വിളിയോടുള്ള വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന വലിയൊരു ട്രെൻഡിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രസംഗങ്ങളോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഒരാൾ നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ അതിൻ്റെ പുറകെ മുഴുവൻ നെഗറ്റീവായിരിക്കും. ആരെങ്കിലും ഒരാൾ ഒരു പോസിറ്റീവ് കമൻ്റ് ഇട്ടാൽ അതിൻ്റെ പിന്നാലെ മുഴുവൻ പോസിറ്റീവായിരിക്കും. നമ്മുടെ വിളികളോട് വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? നീതിപൂർവമായ ജീവിതം ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു എന്നുള്ളത്. ഈ ലോകത്തിലെ പല സംഗതികളും നമ്മളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. നമ്മുടെ വിളിക്ക് യോഗ്യമല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമ്മെ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ 8-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ
ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത്. മറ്റൊരു ശക്തിക്കും മറ്റ് ലോകപരമായ ഒരു സംഗതികൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. നീതിപൂർവമായ ജീവിതം ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നുണ്ടോ? മരണത്തിലേക്ക്, നിത്യതയുടെ അവസ്ഥയിലേക്ക് നാം കാൽവെച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ വിളിക്കനുസരിച്ചുള്ള ജീവിതം ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ദേവാലയത്തിൻ്റെ പരിസരത്തിരുന്നു കൊണ്ട്, ഈ പുണ്യവാളന്റെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഓർക്കണം. പലപ്പോഴും ചിലരുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷേ ജീവിതങ്ങൾ എത്ര പ്രതിസന്ധികൾ കൊണ്ടുവച്ചാലും നീട്ടിയാലും ചില മനുഷ്യർ ദൈവത്തോട് തന്നെ പറ്റിച്ചേർന്നിരിക്കും. എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ചിലരൊക്കെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മൾക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ ഇയ്യോബിനെ കുറിച്ച്. കൃഷ്ണഭക്തനായിരുന്ന പൂന്താനത്തെ കുറിച്ചിട്ട് ഒരു കഥ ഇങ്ങനെയുണ്ട്. പൂന്താനം, അദ്ദേഹത്തിന് വാർദ്ധക്യത്തിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഈശ്വര പൂജയ്ക്കായിട്ട് ജീവിതം മാറ്റിവെച്ച ഒരാളാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ഷേത്ര പൂജകൾ നിർവഹിക്കപ്പെട്ട കൃഷ്ണഭക്തനായ ഒരു വ്യക്തി. ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. കുഞ്ഞിൻ്റെ ആദ്യ പിറന്നാൾ ആയിരുന്ന സമയത്ത് ഒരുപാട് പേർ അവിടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് വെളുത്തീടന് എന്നൊരു മുറിയുണ്ട്. ആ മുറിയിൽ ക്ഷേത്രത്തിലേതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അലക്കുകയും വിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിരുന്ന ആളുകളൊക്കെ ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് വന്നിരുന്നവരായിരിക്കാം. ഒരിക്കൽ ഈ കുഞ്ഞിനെ ആ ദിവസം തന്നെ ആ കുഞ്ഞിനെ ഉറക്കി കിടത്തുവാൻ തക്കവണ്ണം ആ മുറിയിൽ അറിയാതെ കിടത്തുകയുണ്ടായി. ആരും ശ്രദ്ധിച്ചില്ല, കുഞ്ഞ് ഉറങ്ങിപ്പോയി. അവിടെ വന്നിരുന്നവർ തങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം ആ അയയിൽ വിരിച്ചുകൊണ്ടേയിരുന്നു. അയയിൽ നിന്ന് തുണികൾ താഴേക്ക് വന്ന് ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് പതിച്ചുകൊണ്ട് ഈ കുഞ്ഞ് മരണപ്പെട്ടതായിട്ടുള്ളൊരു വിവരം അറിയുകയാണ്. ഈ കുഞ്ഞ് മരണപ്പെട്ടതായിട്ടുള്ളൊരു വിവരം അദ്ദേഹം അറിയുകയാണ്. ഒന്നാമത്തെ പിറന്നാളിന് തന്നെ കുഞ്ഞ് മരിച്ചുപോയ ആഘാതത്തിലൂടെ കടന്നുപോയ പൂന്താനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇനിയും താങ്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ? ഇനിയും താങ്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ? പൂന്താനം രചിച്ച വരികൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു ആഘാതം നേരിട്ടപ്പോഴും, ഒരു പ്രതിസന്ധി നേരിട്ടപ്പോഴും, ഒരു നഷ്ടം സംഭവിച്ചപ്പോഴും ജീവിതത്തോട് കലഹിക്കാതെ, ദൈവത്തോട് കലഹിക്കാതെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിളിക്കനുസൃതമായിട്ട്, ഏൽപ്പിച്ചിരിക്കുന്ന വിളികൾക്ക് അനുസൃതമായിട്ട് ആ മരണത്തിലേക്കുള്ള യാത്ര ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. പ്രിയമുള്ളവരെ, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മരണമെന്ന് പറയുന്നത് അമരത്വമല്ല, നിത്യജീവനിലേക്കുള്ള യാത്രയാണ് എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും എന്നുള്ളത് ഇത് വലിയൊരു പ്രത്യാശയാണ്. ഇത് വലിയൊരു പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് നമ്മെ ഉയർപ്പിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ്. ആ ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു വ്യക്തിയാണല്ലോ ലാസർ. കർത്താവിൻ്റെ സ്നേഹിതൻ എന്നറിയപ്പെടുന്ന ലാസർ. അവൻ മരണപ്പെട്ടപ്പോൾ യേശുക്രിസ്തു അവിടെ ഇല്ലായിരുന്നു. ആ സ്ഥലത്തേക്ക് അവൻ ഓടിയെത്തി. യേശുക്രിസ്തു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു കണ്ണുനീർ വാർത്തു എന്ന ഒറ്റ സെന്റൻസ് പറയുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ടല്ലോ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വെളിപ്പെട്ടതാണ് എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വെളിപ്പെട്ടത് കൊണ്ടാണ് അവൻ കണ്ണുനീർ വാർത്തത് എന്ന്.
തുയോബോ ശുശ്രൂഷയിൽ പട്ടക്കാരൻ ബലിയർപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോൾ രഹസ്യ ശുശ്രൂഷയിൽ ആദ്യം തന്നെ അപ്പം ക്രമീകരിച്ച് വെച്ചതിന് ശേഷം കൈകളിൽ വീഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്: ദൈവമേ, ഈ വെള്ളത്തെയും വീഞ്ഞിനെയും തമ്മിൽ സംയോജിപ്പിക്കണമേ എന്നുള്ളത്. ഈ വെള്ളത്തെയും വീഞ്ഞിനെ തമ്മിൽ സംയോജിപ്പിക്കണമേ എന്നുള്ളത്. വീഞ്ഞിൽ നിന്ന് വെള്ളമോ വെള്ളത്തിൽ നിന്ന് വീഞ്ഞോ വേർതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്തതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഫ്യൂസ് ടുഗദർ, ഒന്നിച്ചിരിക്കുന്നൊരനുഭവമാണ്. പിന്നെ എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ കണ്ണുനീർ വാർത്തു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന് ഉത്തരം ഇതാണ്: ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തു. പാപത്തിൻ്റെ അനുഭവത്തിൽ ദ്രവത്വമില്ലാത്തവൻ ദ്രവത്വമുള്ളവനായി തീർന്നത് കണ്ട് സൃഷ്ടിയുടെ മുമ്പിൽ സൃഷ്ടാവായ ദൈവം കണ്ണുനീർ വാർത്തു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 3 ദിവസം അഴുകിയവനായ ലാസറിനെ ഉയർപ്പിക്കുന്നവനായ ഒരു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അഴുകപ്പെട്ടവനായ ലാസറിനെ ഉയർപ്പിക്കുന്നവനായ ഒരു ദൈവത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മരണം എന്ന് പറയുന്നത് എൻഡല്ല. മരണം എന്ന് പറയുന്നത് എൻഡല്ല, എൻഡ്ലെസ് ഹോപ്പാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. ആദ്യ ഭാഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ ഭാഗം ന്യായവിധിയും സ്വർഗവും. ന്യായവിധിയും സ്വർഗവും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയും 11 മുതൽ 15 വരെയുമുള്ള വാക്യങ്ങളാണ്. ഇത് വീട്ടിൽ പോയി വായിക്കണം. നമ്മൾ തൊട്ട് നോക്കാത്തൊരു പുസ്തകമാണ് ഇത് വെളിപാട്. വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയും 11 മുതൽ 15 വരെയുമുള്ള വാക്യങ്ങളാണ്. വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ സർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിൽ കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 20-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കുകയാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ അനുഭവമാണ് എന്ന് നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തുവല്ലോ.
അതോടൊപ്പം തന്നെ ന്യായവിധിയും സ്വർഗവും എന്നുള്ള സംഗതികളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നത് വ്യക്തമായ സൂചന വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരു എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റിയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ് നാം ഓരോരുത്തരും. ന്യായവിധിയും ലോകക്രമത്തിലെ സ്ഥിതിഭേദവും പ്രകൃതിയുടെ മാറ്റങ്ങളും രണ്ടാം വരവും മരിച്ചവരുടെ ഉയർപ്പും തുടങ്ങിയവ യുഗാന്ത ദർശനങ്ങളിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ടും ന്യായവിധിയും മരിച്ചവരുടെ ഉയർപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അല്പസമയം ഇത് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. ഈ കാലാവസ്ഥ ചില പ്രതികൂലമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ചിലരുടെയൊക്കെ കണ്ണ് അടഞ്ഞു വരുന്നുണ്ട്. അത് അടയ്ക്കേണ്ട, പെട്ടെന്ന് തന്നെ നിർത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ പേരും ശ്രദ്ധയോടുകൂടി ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷമുള്ള സംഗതിയാണ്. ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രൈസ്തവ ചിന്തകർ വിവിധ വാദങ്ങൾ നൽകുന്നുണ്ട്. ഇതിനൊരു തലക്കെട്ട് നൽകിയിരിക്കുന്നത് സഹസ്രാബ്ദം എന്നുള്ളതാണ്. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വിവിധങ്ങളായ വാദങ്ങൾ നൽകുന്നുണ്ട്. ഈ 20-ാം അധ്യായം സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള 1000 ആണ്ട് വാഴുന്നതിനെക്കുറിച്ചിട്ടുള്ള സംഗതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. 3 വാദഗതികൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 3 വാദഗതികൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പോസ്റ്റ് മില്ലേനിയം, അതായത് സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞിട്ടേ കർത്താവ് വരുന്നുള്ളൂ. സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ കർത്താവ് വരുന്നുള്ളൂ എന്നുള്ളത്. 2, അമില്ലേനിയം, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സഹസ്രാബ്ദ വാഴ്ച ഇല്ലെന്നും മറിച്ച് കർത്താവിൻ്റെ ഉയർപ്പിൽ അത് തുടങ്ങിക്കഴിഞ്ഞുവെന്നിട്ടും പറയുന്നുണ്ട്. അമില്ലേനിയം എന്നത് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സഹസ്രാബ്ദ വാഴ്ച ഇല്ലെന്നും മറിച്ച് കർത്താവിൻ്റെ ഉയർപ്പിൽ അത് തുടങ്ങിക്കഴിഞ്ഞുവെന്നും പറയുന്നുണ്ട്. 3-ാമതായിട്ട് പറയുന്നുണ്ട് പ്രീ മില്ലേനിയം. അത് പറയുന്നത് ആദ്യം കർത്താവിൻ്റെ വരവ് പിന്നീട് സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതാണ്. ആദ്യം കർത്താവിൻ്റെ വരവ് പിന്നീട് സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വേദഭാഗത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതായ സംഗതികളൊക്കെ കാണുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഇരുത്തി വായിക്കുമ്പോൾ, വേദപുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ, മറ്റ് ചരിത്ര സംഗതികളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ കൂടുതലായ അറിവ് നേടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ ലഭിച്ച സംഗതികളാണ് ഇവ 3. കുറച്ചുകൂടെ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള സംഗതിയാണ് പ്രീ മില്ലേനിയം എന്നുള്ളത്. അതായത് രണ്ടാമത്തെ വരവ്, ആദ്യം കർത്താവിൻ്റെ വരവ് പിന്നീട് സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതും കർത്താവ് രാജാവായി വാഴും എന്നുള്ളതുമാണ് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്നതായ ഒരു സംഗതി. ഇവിടെ വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളോട് നടുവിൽ നീലങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്ക് സമവുമായിരുന്നു എന്നുള്ളതാണ്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽ ചുവട്ടിൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. പ്രധാനപ്പെട്ട ഭാഗം 18-ാം അധ്യായമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് യേശുക്രിസ്തു പറയുന്നതായിട്ട് യോഹന്നാൻ ശ്ലീഹ വെളിപാടിലൂടെ വ്യക്തമാക്കുകയാണ്. നാം വായിച്ച 20-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ദൂതനെ കുറിച്ച് പറയുന്നുണ്ട്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ദൂതൻ്റെ കയ്യിലുള്ള താക്കോൽ ആരുടേതാണ്? കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, അവൻ പിശാച്, സാത്താൻ, പാമ്പ്, മഹാസർപ്പം എന്നിവയെ ചങ്ങലക്കിടുമെന്നും പറയുന്നുണ്ട്. അവയുടെ അധികാരം അധിക കാലത്തേക്ക് നീണ്ടു നിൽക്കുകയില്ല എന്നും ഈ ഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സഹസ്രാബ്ദ കാലത്തിൻ്റെ വാഴ്ചയുടെ ആ സമയത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്.
20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ന്യായാസനത്തിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണ്? ന്യായാസനത്തിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് 2 കൂട്ടരെ കുറിച്ചിട്ടാണ്. 2 കൂട്ടരെ കുറിച്ചിട്ട് ഇവിടെ വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. 2 കൂട്ടരാണ് ന്യായാസനത്തിൽ ഇരുന്ന് വിധിക്കുന്നത് എന്നുള്ളത്. ഒന്ന്, യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരായ സഹതയന്മാർ. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരായ സഹതയന്മാർ. അടുത്തത് വീണ്ടും പറയുന്നുണ്ട്, വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട മൗദ്യാനന്മാർ. വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട മൗദ്യാനന്മാർ, മാർട്ടിയേഴ്സ് ആൻഡ് കൺഫസേഴ്സ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചിട്ടുമില്ല. വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ നമ്മൾ ഇന്നും ഓർക്കുന്നത് തല പോയിട്ടും തല ഛേദിക്കപ്പെട്ടിട്ടും ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹവും അവൻ്റെ സമർപ്പണത്തെക്കുറിച്ചിട്ടും നമ്മൾ ഓർക്കുന്നത് ആ പരിശുദ്ധനായ ഗീവർഗീസ് സഹദ അന്നും നിലനിന്നു എന്നുള്ളതാണ്. തല പോയിട്ടും തകർക്കപ്പെട്ടിട്ടും യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർ, തല പോയിട്ടും തകർക്കപ്പെട്ടിട്ടും യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർ, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ 20-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്, വാഴുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദേ ലീവ്ഡ് ആൻഡ് റിഗെയിൻഡ് വിത്ത് ക്രൈസ്റ്റ്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാണെന്ന് കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാണെന്നും ഈ വേദഭാഗത്തിൽ 6-ാമത്തെ വേദഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്നുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ അവർ ക്ലേശങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്തവരാണ്. തല ഛേദിക്കപ്പെട്ടിട്ടും തല തകർക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയപ്പോഴും ഒക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് അണുവിടെ വ്യത്യാസമില്ലാതെ ജീവിച്ചവരായ സഹതയന്മാരെ, മൗദ്യാനന്മാരെ, ആ വിശ്വാസത്തിൽ നിലകൊണ്ടവരായ സഹതയന്മാരെ, മൗദ്യാനന്മാരെ. 90-ാം സങ്കീർത്തനം 15-ാം വാക്യം, 90-ാം സങ്കീർത്തനം മരണവീടുകളിലൊക്കെ നമ്മൾ വായിക്കാറുള്ള ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്ലേശതകളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നുറച്ചു നിൽക്കുവാൻ പോലും സാധിക്കാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയൊക്കെ നിലനിൽക്കുവാനുള്ളൊരു ഉത്ബോധനമാണ് സഹതയന്മാരും മൗദ്യാനന്മാരും നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നുള്ളത്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 സംവത്സരം വാഴുമെന്ന് 6-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി രാജകീയ പുരോഹിത വംശമായിട്ട് അവർ മാറുമെന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ആരാണ്? ഞങ്ങൾ മാത്രമല്ല പുരോഹിതർ. വിശുദ്ധ മാമോദീസയിലൂടെ ഓരോരുത്തരും അവൻ്റെ രാജകീയ പുരോഹിത വംശത്തിന് അർഹരായിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ആ അടിസ്ഥാനത്തിൽ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 സംവത്സരം വാഴുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും ദൈവത്തെ മറന്നു പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത് എന്നുള്ളത് എപ്പോഴും ഓർക്കണം. തല പോയാലും തല ഛേദിക്കപ്പെട്ടാലും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആ ന്യായാസനത്തിൽ ആ വിശുദ്ധിയുടെ അനുഭവം നമ്മൾ കൈവരിക്കുമ്പോൾ ആ ന്യായാസനത്തിൽ വിശുദ്ധന്മാരോടൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. വിശുദ്ധ വേദപുസ്തകത്തിൽ
എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു വേദഭാഗമാണ് അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടൊരു വ്യക്തിയാണ്. അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവത്തോട് യാചിക്കുന്നുണ്ട്. ദൈവം അവനോട് പറയുന്നുണ്ട്, മണൽത്തരി പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന്. അബ്രഹാം പോലും അബ്രഹാമിൻ്റെ ഈ വാഗ്ദാനം മറന്ന സമയത്ത് ദൈവം അബ്രഹാമിന് ഒരു മകനെ നൽകുകയാണ്, ഇസഹാക്ക്. പരിഹാസത്തിൻ്റെ ചിരിയായി മാറുവാൻ ഇസഹാക്ക് എന്നവന് പേരിടുകയാണ്. അതിനുശേഷം ദൈവം അവനോട് പറയുകയാണ്, ഈ നിന്റെ മകനെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന്, ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്തോരം വേദനകൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ അബ്രഹാം അനുഭവിച്ച് കാണും. കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ, കാത്തിരുന്ന് ഒരു മകനെ ലഭിച്ചപ്പോൾ അതിനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം പറയും. അത് കേട്ട് ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം അബ്രഹാം ഇടയായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട്, നമ്മുടെ തീരുമാനങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അബ്രഹാം ഹൃദയത്തിൻ്റെ വേദനയോടുകൂടി ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവൻ പോകുന്ന വഴിയിൽ ചോദിക്കാം, അപ്പാ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, സാധനങ്ങളൊക്കെ അപ്പൻ്റെ കൂടെയുണ്ട്, കൊല്ലുവാനുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്നുള്ള മറുപടിയാണ് ഇസഹാക്കിന് അബ്രഹാം നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ പ്രയാസങ്ങളുടെ സമയത്ത്, പരീക്ഷയിൽ അവർ തോക്കുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് അവർ വിലപിക്കുന്ന സമയത്ത് ദൈവം കരുതിക്കൊള്ളും എന്നുള്ള പ്രത്യാശ അബ്രഹാമിനെ പോലെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അവർ മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് ഈ വിവിധങ്ങളായ ഉത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ഇടങ്ങളിൽ. കൈകാലുകൾ ബന്ധിച്ച ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം അബ്രഹാം വാള് ഓങ്ങിയപ്പോൾ ആ ഇസഹാക്ക് ആ മരണത്തിൻ്റെ മുനയുടെ മുൻപിലും പതറാതെ കുതറാതെ നിന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇസഹാക്കിൻ്റെ ജീവിതവും നാം ഓർക്കണം. അബ്രഹാം ഹൃദയത്തിലേറ്റവനായ ഒരു ദൈവത്തെ മകനായ ഇസഹാക്കും സ്വീകരിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ചില വാളുകൾ, ചില മുൾമുനകൾ, ചില പ്രതിസന്ധികൾ, ചില വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അബ്രഹാമിനെ പോലെ ഇസഹാക്കിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ പതറാതെ കുതറിമാറാതെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹങ്ങൾ ആ വിശുദ്ധന്മാരോടൊപ്പം നാം ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകൂ എന്നുള്ളത് എപ്പോഴും ഓർക്കണം. പ്രിയമുള്ളവരെ, തലകുനിക്കാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി പോരാടുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി പോരാടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. തല പോയാലും തലകുനിക്കാതെ നേരോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നീതിപൂർവമായ വിധികളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ നമുക്ക് നാണമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കരുതുന്ന ഒരു സംഗതിയാണ്, ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും മടിയാണ്. ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതയാത്രകളിൽ നമുക്കിടയാകുന്നുണ്ടോ എന്നുള്ളത് കൂടി നാം പരിശോധിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഇവിടെ വീണ്ടും ചേർത്ത് വായിക്കുകയാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. 2 പുസ്തകങ്ങൾ തുറന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പുസ്തകം എന്താണ്? ദ ബുക്ക് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. ദ ബുക്ക് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്, അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി. ന്യായവിധിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ ന്യായവിധി. പച്ച മലയാളത്തിൽ പറഞ്ഞ കയ്യിലിരിപ്പ്. അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ ന്യായവിധി ലഭിക്കുമെന്നാണ് പറയുന്നത്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന പിതാവ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന പിതാവ്. അധികാരം, പണം, സുഖം എന്നീ സംഗതികളെ ഈ ലോകത്തിൽ നമ്മെ വേട്ടയാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങളിൽ വിശുദ്ധിയുടെ അനുഭവങ്ങൾ പ്രാപിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ യഥാർത്ഥമായി നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തികൾക്കനുസൃതമായ ന്യായവിധി സംഭവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഓർപ്പിക്കുന്ന ഒരു പുസ്തകം ഇതാണ്, ദ ബുക്ക് ഓഫ് ലൈഫ്. ദ ബുക്ക് ഓഫ് ലൈഫ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള. മാമോദീസായിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, ഈ പൈതലിന്റെ നാമം ഈ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ. ഈ പൈതലിന്റെ നാമം ജീവഗ്രന്ഥത്തിൽ എഴുതണമേ. ആ സമയത്ത്, ആ ശുശ്രൂഷയുടെ സമയത്ത് രജിസ്റ്ററിൽ ആ പൈതലിന്റെ പേര് എഴുതപ്പെടുകയാണ്. ജീവഗ്രന്ഥത്തിൽ പേരെഴുതണമേ എന്നുള്ളത്. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ അനുനയിപ്പിക്കുവാനും അവരുടെ സുഖിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുതി കൂട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചു, മരണം, ന്യായവിധി, സ്വർഗം. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഏവരും ന്യായവിധിയിൽ ഉൾപ്പെടും, ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമായി പെടണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഭാഗ്യവാന്മാരുമായി വിശുദ്ധന്മാരുമായി ഈ ലോകത്തിൽ ജീവിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ തീരുമാനമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം ഒന്ന് ഓർക്കേണ്ട സംഗതി, നമ്മുടെ ജീവിതത്തിൻ്റെ വാടക ചീട്ട് ഒരിക്കൽ കൂടി പുതുക്കി കിട്ടി. ജീവിതത്തിൻ്റെ വാടക ചീട്ട് ഒരിക്കൽ കൂടി പുതുക്കി കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ നിവർന്നിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നമ്മുടെ ജീവിതം ദൈവം നൽകിയിരിക്കുന്ന ദാനമാണെന്നും ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം നമ്മുടെ യാത്രയെന്നും എപ്പോഴും നാം ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ബന്ധുബലമല്ല, സമ്പത്തല്ല, ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാ? കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഇവയൊന്നും ഇല്ലായിരുന്നല്ലോ. ബന്ധുബലമോ ധനമോ ഒന്നുമില്ല. നമ്മൾ ഏകനായിട്ടാണ് ഈ ലോകത്തിലേക്ക് പിറന്നത്. നമുക്ക് അവരെ സന്തോഷിപ്പിക്കുവാനോ അവരെ പ്രീതിപ്പെടുത്തുവാനോ ഒന്നും അല്ല നമ്മുടെ ജീവിതം ആക്കി തീർക്കേണ്ടത്. നമ്മുടെ ഉദരത്തിൽ തൊട്ട് നമ്മെ ഇന്ന് വരെ പരിപാലിക്കുന്നവനായ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അജ്ഞത കൊണ്ട്, അഹന്ത കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നഷ്ടമായതൊക്കെ തിരികെ നേടുവാനുള്ളൊരു അവസരം കൂടിയാണ് ഈ പെരുന്നാളെന്ന് ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. മരണം എന്നുള്ളത് സംഭവിക്കും. അതെപ്പോഴാണെന്ന് മാത്രം നമുക്കറിഞ്ഞുകൂടാ. ആ മരണത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ പ്രവർത്തന മേഖലകളിലും നീതിപൂർവമായി, ഞാൻ ആ വാക്ക് ഓർമ്മിപ്പിക്കുകയാണ്, നീതിപൂർവമായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ ആ വിശുദ്ധന്മാരോടൊപ്പവും ആ ഭാഗ്യവാന്മാരോടൊപ്പം ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്കിടയാകും. ന്യായവിധിയുടെ സമയത്ത് അവരോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകും. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുവാനുള്ള യാത്ര തുടരുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തല ഛേദിക്കപ്പെട്ടാലും തല തകർക്കപ്പെട്ടാലും ദൈവത്തോടൊപ്പമായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.